മോട്ടീവ് ലാബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. സോളിഡ് സ്റ്റേറ്റിൻ്റെ അവസാന പോയിന്റുകളിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു പോയിന്റ് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിന്റാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. സോളിഡ്സിലെ ഇംപെർഫെക്ഷൻസ്. ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപെർഫെക്ഷൻ എന്ന് വെച്ചാൽ പെർഫെക്ഷൻ്റെ ഓപ്പോസിറ്റ്. പെർഫെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? പൂർണ്ണമായ സമ്പൂർണ്ണമായ സാധനങ്ങളെയാണല്ലോ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് സോളിഡ്സിൽ ചില ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറൽ ഇംപെർഫെക്ഷനാണ്. നമ്മൾ സോളിഡ്സിന് രണ്ട് സോളിഡ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. എന്നിട്ട് നമ്മൾ പറഞ്ഞത് അമോർഫസ് സോളിഡ്സിൽ ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്, പക്ഷെ ക്രിസ്റ്റലൈൻ പക്ക പെർഫെക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെയും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും അതിലും ശരിക്കും ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറഗുലാരിറ്റീസ് നമുക്ക് സ്ട്രക്ചറിൽ കാണാൻ കഴിയും. ഇതിന് കാരണം ഈ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ശരിക്കും ക്രിസ്റ്റലൈസേഷൻ നടക്കേണ്ടത് വളരെ എക്സ്ട്രീംലി സ്ലോ ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്, വളരെ പതുക്കെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ്. പക്ഷേ ഒരു മോഡറേറ്റ് സ്പീഡിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ക്രിസ്റ്റലൈസേഷൻ നടന്നാൽ അവിടെ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് കൂടുതലായിരിക്കും. ഈവൻ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിൽ പോലും നമുക്ക് എന്ത് കാണാൻ കഴിയും? ഈ ഡിഫക്ട്സ് കാണാനായിട്ട് കഴിയും. ഈ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിൻ്റെ പ്രശ്നമാണത്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. സോളിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ? അതായത് ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിലേക്ക് സ്ട്രക്ചറിലേക്ക് വന്ന് സോളിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. നാച്ചുറൽ ഉണ്ട്, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ ക്രിസ്റ്റലൈസേഷന് എക്സാമ്പിൾ ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഹണി, പിന്നെ തേനുണ്ടല്ലോ. തേൻ നമ്മൾ നല്ല പ്യുവർ തേനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ഒലിക്കുമ്പോഴത്തേക്ക് നല്ല വിസ്കസ് ആണ്, പക്ഷെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒലിച്ചു വരും, നല്ല ക്ലിയർ ആയിരിക്കും അല്ലേ? പക്ഷേ ഈ തേൻ കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ചില സോളിഡ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. എന്തുകൊണ്ടാണത്? തേനിനകത്ത് രണ്ട് തരത്തിലുള്ള ഷുഗർ മോളിക്യൂൾസ് ആണുള്ളത്. ഒന്ന് ഫ്രക്ടോസ്, രണ്ട് ഗ്ലൂക്കോസ്. ഇതിൽ ഗ്ലൂക്കോസ് ഇരിക്കും തോറും എന്ത് ചെയ്യും? അത് പതുക്കെ 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 ക്രിസ്റ്റലാകണം. അതിൻ്റെ മോളിക്യൂൾസ് ഒരു പർട്ടിക്കുലർ ഓർഡറിലേക്ക്, ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ട് ക്രിസ്റ്റൽ ആകുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് അതിനകത്ത് കട്ടിയുള്ള പാർട്ടിക്കിൾ കാണാൻ കഴിയുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതൊരു നാച്ചുറൽ പ്രോസസ്സ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നാച്ചുറലായിട്ട് നടന്നോളും. പക്ഷേ ആർട്ടിഫിഷ്യൽ ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്. ഫ്രീസിങ് നമ്മൾ എടുത്താൽ മതി. ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുമ്പോൾ ഐസായിട്ട് മാറുമല്ലോ, സോളിഡായിട്ട് മാറിയാണല്ലോ, അത് ക്രിസ്റ്റലായിട്ട് മാറിയാണ്. അപ്പോൾ വാട്ടർ ക്രിസ്റ്റലായിട്ട് മാറുന്നത് അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതാണല്ലേ? അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തെടുക്കുന്നതാണ്. അതിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ക്രിസ്റ്റലൈസേഷൻ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ആണ് എങ്കിലും നാച്ചുറൽ ആണ് എങ്കിലും ക്രിസ്റ്റലൈസേഷൻ വളരെ വളരെ പതുക്കെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അങ്ങനെ പതുക്കെ നടന്നാൽ കൂടി അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണും? ഈ ഇറഗുലാരിറ്റീസ്, അതിൻ്റെ സ്ട്രക്ചറൽ ഇറഗുലാരിറ്റീസ് കാണാനായിട്ട് കഴിയും. ആ സ്ട്രക്ചറൽ ഇറഗുലാരിറ്റീസിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. പോയിന്റ് ഡിഫക്റ്റ് എന്നും ലൈൻ ഡിഫക്റ്റ് എന്നും പറയും. സോ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു കാറ്റഗറീസ്: പോയിന്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. ഇംപെർഫെക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നത്, കോമൺലി വിളിക്കുന്നതാണ് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. ഈ ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ അല്ലെങ്കിൽ സോളിഡ് ഡിഫക്ട്സ്, ഈ ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ്, രണ്ടാമത്തത് ലൈൻ ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, പോയിന്റിലാണ് ഡിഫക്റ്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ആറ്റത്തിന് ചുറ്റുമാണ് എന്തുള്ളത്? ഒരു ഡിഫക്റ്റ്, പോരായ്മ ഉള്ളത്. അതിൻ്റെ അതായത് ഡീവിയേഷൻ ഉണ്ടാകുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ആ പോയിന്റ് അങ്ങനെയുള്ള ഡിഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? വളരെ സിമ്പിളാണ്, പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കും. അപ്പം ലൈൻ ഡിഫക്റ്റോ? ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ റോയിൽ ഒരു ഡിഫക്റ്റ് കാണുന്നു. അത് ഹൊറിസോണ്ടൽ ആകാം, വെർട്ടിക്കൽ ആകാം. ആ റോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആക്ച്വൽ സ്ട്രക്ചറിൽ നിന്ന്, ആക്ച്വൽ ലാറ്റിസിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൈൻ ഡിഫക്റ്റ് എന്ന് വിളിക്കും. നമുക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാകും. ഈ പിക്ചറിൽ നോക്കൂ, ഇതിനകത്ത് ഇതിപ്പോൾ എല്ലാ പോയിന്റ് ലാറ്റിസും അതിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇതിനകത്ത് ഈ പോയിന്റ് നോക്കിയേ, ഈ പോയിന്റിൽ ശരിക്കും ഒരു ആറ്റം അവിടെ ഇല്ല, മിസ്സിംഗ് ആണ് അല്ലേ? അതായത് ആ പോയിന്റിൽ ഒരു ഡിഫക്റ്റ്, ഒരു പോരായ്മ വന്നിട്ടുണ്ട്.
അല്ലെ ഇറഗുലാരിറ്റി കാണാനായിട്ട് കഴിയും. ബാക്കി എല്ലാ സ്ഥലത്തും റെഗുലർ സ്ട്രക്ചർ നോക്കിയാൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് എക്സെപ്റ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കും, പോയിന്റ് ഡിഫക്റ്റ്. ഇനി രണ്ടാമത്തെ ഈ പിക്ചർ നോക്കൂ. ഇതിൽ ഫസ്റ്റ് റോ സെക്കൻഡ് റോയൊക്കെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആണ് അല്ലെ, രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസ് നോക്കിയാൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. പക്ഷേ ഇവിടെ തൊട്ടിട്ട് ഈ പോയിന്റ് നോക്കൂ, ഇവിടെ ശരിക്കും ഇത് വെർട്ടിക്കൽ ലൈൻസ് വരേണ്ടിയിരുന്നത് ഇങ്ങനെ കൃത്യമായ വെർട്ടിക്കൽ ലൈൻസ് പകരം ഈ മൂന്നാമത്തെ റോ തൊട്ട് താഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അവിടെ സ്ലൈറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ലൈനിൽ ചെറിയ ഡീവിയേഷൻ വന്നിട്ടുണ്ട് അല്ലേ, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, അതിനെ വിളിക്കുന്നതാണ് ലൈൻ ഡിഫക്റ്റ്. ആ ഡിഫക്റ്റിന്മേൽ ആ ലൈനിന്മേൽ എന്ത് ചെയ്തു, ഡിഫക്റ്റ് വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ലൈൻ ഡിഫക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത്. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ് ആണ്, രണ്ടാമത്തത് ലൈൻ ഡിഫക്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ച് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്, ലൈൻ ഡിഫക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ പോയിന്റ് ഡിഫക്ട്സ് ആണ് ഇനി നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. പോയിന്റ് ഡിഫക്ട്സിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റോക്കിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ്, രണ്ടാമത്തത് ഇംപ്യൂരിറ്റി പോയിന്റ് ഡിഫക്റ്റ്, മൂന്നാമത്തത് നോൺ സ്റ്റോക്കിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ്. ഇതിൽ ഒന്നാമത്തതാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് അല്ലെ. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്ട്രക്ചറിൽ സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും റേഷ്യോ ആണ്, അല്ലെങ്കിൽ ആറ്റംസിൻ്റെ അയോൺസിൻ്റെ മോളിക്യൂൾസിൻ്റെ റേഷ്യോ, ആക്ച്വൽ റേഷ്യോയാണ് അതിനെ സ്റ്റോക്കിയോമെട്രി എന്ന് പറയുന്നത്. ആ സ്റ്റോക്കിയോമെട്രിയിൽ ഡീവിയേഷൻ ഡിഫക്റ്റ് ഉണ്ടാകുന്നില്ല, പക്ഷെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റിൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സ്റ്റോക്കിയോമെട്രി അതെന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദി സ്റ്റോക്കിയോമെട്രി ഓഫ് ദി ക്രിസ്റ്റൽ ഓർ സോളിഡ് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ സ്റ്റോക്കിയോമെട്രിയെ, അതിൻ്റെ റേഷ്യോയെ, കാറ്റയോൺ ആനയോൺ റേഷ്യോയെ, ആറ്റംസിൻ്റെ റേഷ്യോയെ അത് ഒരു കാരണവശാലും ബാധിക്കുന്നില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, അതിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ ഡീവിയേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സിനെ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ വിളിക്കാറുണ്ട്. അതിന് ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്, തെർമോഡൈനാമിക്സ് ഡിഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് വിളിക്കാൻ കാരണം ഇത് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ കൂടുന്നത് കൂളിങ്ങിനനുസരിച്ചിട്ടൊക്കെ ഇതിന് ഡിഫക്റ്റിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അതുകൊണ്ടാണ് ഇൻട്രിൻസിക് എന്ന് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ തെർമോഡൈനാമിക് ഡിഫക്റ്റിനെ അല്ലെങ്കിൽ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് വീണ്ടും രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഒന്ന് വേക്കൻസി ഡിഫക്റ്റ്, രണ്ട് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നും വേക്കൻസി ഡിഫക്റ്റ് എന്നും നമുക്ക് രണ്ടായിട്ട് വീണ്ടും തിരിക്കാനായിട്ട് കഴിയും. സ്റ്റോക്കിയോമെട്രിയിൽ അപ്പോൾ ഒന്നാമത്തെ ഡിഫക്റ്റ് ആണ് വേക്കൻസി ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ആ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസിൽ സംതിങ് വേക്കൻറ്റ് അല്ലെ, എന്തോ മിസ്സായിട്ട് അവിടെ എന്തുണ്ട്, ഒരു വേക്കൻ്റ് ആയ പ്ലേസ് ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയും. ഈ വേക്കൻ്റ് ആയ പ്ലേസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡിഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും, വേക്കൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കും. ഇത് സാധാരണ ഉണ്ടാകുന്നത് നമ്മൾ സബ്സ്റ്റൻസ് ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ സോളിഡ് ചൂടാക്കുമ്പോഴാണ് ആ ഡിഫക്റ്റ് സാധാരണ വരുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പിക്ചർ, നമ്മളൊരു ഉദാഹരണം എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂം ഒരു 16 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലാസ് റൂമിൽ 16 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സെമിനാർ നടക്കാൻ പോവുകയാണ്. സെലക്ട് ചെയ്ത 16 സ്റ്റുഡൻസിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികൾ വന്നു, പക്ഷേ ഒരു കുട്ടി ആബ്സെൻ്റ് ആയി അല്ലേ. ആ ചെയർ അവിടെ വേക്കൻ്റാണ്. അവിടെ എന്താണെന്ന് പറയും, വേക്കൻ്റ് ആണ് എന്ന് പറയും. സെയിം മാനറിൽ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് എടുക്കുക. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ 16 ആറ്റംസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ്, അല്ലെങ്കിൽ അയോൺസിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചറിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് വേക്കൻസി കാണാനായിട്ട് കഴിയും അല്ലേ. വേക്കൻസി കാണാനായിട്ട് കഴിയും, അതായത് മിസ്സിംഗ് ആണ്. ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നിന്ന് അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് പുറത്തു പോയത് കൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും അല്ലെ. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും അല്ലെങ്കിൽ ആക്ച്വൽ സ്ട്രക്ചറിനേക്കാളും ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മാസ്, ഒരു പർട്ടിക്കുലർ വോളിയത്തിലുള്ള മാസ് ആണല്ലോ. അപ്പോൾ ആ കറക്റ്റ് മാസ് ഉണ്ടാകേണ്ടിയിരുന്നതിനേക്കാൾ ആൾ
കുട്ടി കുറഞ്ഞു, ആറ്റം കുറഞ്ഞു, അപ്പോൾ എന്ത് പറ്റും? മാസ് കുറയും. സോ ഡെൻസിറ്റി കുറയും ആ പർട്ടിക്കുലർ വോളിയത്തിൽ. അപ്പോൾ ഡെൻസിറ്റി വേക്കൻസി ഡിഫക്റ്റിനകത്ത് കുറവായിരിക്കും എന്നുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? അവിടെ ആളില്ല, ആറ്റമില്ല, മോളിക്യൂളില്ല, അയോൺ ഇല്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തില്ല എന്ന് പറയും. അപ്പോൾ ആ വേക്കൻസി ഡിഫക്റ്റിൽ എപ്പോഴും ഡെൻസിറ്റി കുറവായിരിക്കും എന്നുള്ള പോയിന്റ് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതിൽ രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്, ആ പേര് തന്നെ ഉണ്ടത് അല്ലേ? എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചാണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ പോയിന്റിന്റെ ഇടക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ വോയിഡ്സ് എന്ന് വിളിക്കും അല്ലേ? ആ വോയിഡ്സിനകത്താണ് എക്സ്ട്രാ അയോൺസ്, ആറ്റംസ്, മോളിക്യൂൾസ് വന്ന് ഇരിക്കുന്നത് എങ്കിൽ അതൊരു ഡിഫക്റ്റാണ്, ഒരു പോരായ്മയാണ്, ഒരു ഇറഗുലാരിറ്റിയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന്? ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഉദാഹരണം നമുക്ക് ഒന്നുകൂടി നോക്കാം. 16 ചെയർസ് നമ്മൾ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തു, കുട്ടികളെ വിളിച്ചു, കുട്ടികൾ വന്ന് ഇരുന്നു. പക്ഷേ നോക്കൂ, 2 കുട്ടികൾ എവിടെന്നോ അറിയാതെ വിളിക്കാതെ വന്ന് ഇരിപ്പുണ്ടല്ലേ? അവർക്ക് ചെയറൊന്നുമില്ല, പക്ഷെ അവരെവിടെ ഇരിക്കുന്നത്? അവരെ ഗ്യാപ്പിലായിരിക്കുന്നത് അല്ലേ? ആ ചെയറുകൾക്കിടയ്ക്കുള്ള ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലാണ് അവർ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കൂ, നമുക്ക് 16 ലാറ്റിസ് പോയിന്റുകളുണ്ട്. ഇത് ആറ്റംസ് വന്ന് അറേഞ്ച് ചെയ്തു. പക്ഷേ നോക്കൂ, ഇവിടെയും 2 എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആ ഗ്യാപ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയും. അതായത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഇവിടെ ഡെൻസിറ്റി എന്തായിരിക്കും? മാസ് പെർ വോളിയം എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ സ്ട്രക്ചറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ എക്സ്ട്രാ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാസ് കൂടും. അതിൻ്റെ മാസ് കൂടുമ്പോൾ സ്വാഭാവികമായും എന്തും കൂടും? ഡെൻസിറ്റിയും കൂടും. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിനകത്ത് ഡെൻസിറ്റി കൂടുതലായിരിക്കും, വേക്കൻസി ഡിഫക്റ്റിനകത്ത് ഡെൻസിറ്റി കുറവായിരിക്കും എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ 2 ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് വേക്കൻസി ഡിഫക്റ്റ്, രണ്ടാമത്തത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റിനകത്ത് ഡെൻസിറ്റി കുറവായിരിക്കും, കാരണം അവിടെ വേക്കൻറ്റ് ആയ സ്പേസ് വന്നു എന്നുള്ളത് കൊണ്ടും, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിനകത്ത് ഡെൻസിറ്റി കൂടുതലായിരിക്കും, കാരണം ആ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് എക്സ്ട്രാ ആറ്റംസ് വന്നു എന്നുള്ളത് കൊണ്ടും അവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ഈ വേക്കൻസി ഡിഫക്റ്റ് ആണെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ആണെങ്കിലും ഇത് പൊതുവെ കാണുന്നത് നോൺ അയോണിക് കോമ്പൗണ്ട്സിനകത്താണ്. നോൺ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അയോൺസ് കൊണ്ടുള്ള കോമ്പൗണ്ടുകളല്ല, അല്ലാത്ത കോമ്പൗണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസുകൾ കൊണ്ടാണ് ആ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നോൺ അയോണിക് കോമ്പൗണ്ട്സിനകത്താണ് നമുക്ക് ഈ വേക്കൻസി ഡിഫക്റ്റിനെയും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിനെയും കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ് തന്നെ അയോണിക് കോമ്പൗണ്ട്സിലാണ് എങ്കിൽ നമ്മൾ അതിന് വേറെ പേരാണ് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്നത് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നുമാണ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നുമാണ്. ഇതിൽ ഒന്നാമത്തെ ഫ്രെങ്കൽ ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു, അത് അയോണിക് സോളിഡ്സിനകത്താണ്. ഇത് ഉണ്ടാകുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം ഇത് ഉണ്ടാകുന്നത് ഇതിനകത്തുള്ള അയോൺസ് എന്ന് പറഞ്ഞാൽ കാറ്റയോണും ആനിയോണും ഉണ്ടാവും അല്ലേ? പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഉണ്ടാവും. ഇതിൽ കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, അത് ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പോയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ അവിടെ ഒരു വേക്കൻസി വരും എന്ന് മാത്രമല്ല, അത് എന്ത് സ്ഥലമാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്, ഒരു വോയിഡിൽ പോയി ഇരിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കൂ, ക്ലാസ് റൂമിൻ്റെ ഉദാഹരണം. 16 ചെയേഴ്സ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഒരേപോലത്തെ കുട്ടികളല്ല, പകുതിയാണ്, ആനിയോണും കാറ്റയോണും അല്ലേ? അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു നോക്കുക, പകുതി ആൺകുട്ടികളും പകുതി പെൺകുട്ടികളുമാണ്. ഇതിലിതാ ഇവൻ വികൃതിയാണ്, ആളെന്ത് ചെയ്തു? അവൻ്റെ സ്ഥലത്ത് നിന്ന് എവിടെ പോയിരുന്നു? ആ ഇടക്കുള്ള ഗ്യാപ്പിൽ പോയിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ ക്ലാസ്സിലൊക്കെ ചില കുട്ടികളുണ്ടാവുമല്ലോ, സ്വന്തമായിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലൊക്കെ സീറ്റിൻ്റെ സൈഡിൽ പോയിരിക്കൂലേ? അതുപോലെ ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പോയി എന്ത് ചെയ്തു? ഇരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു സ്പേസ് എന്തായി? വേക്കൻ്റായി എന്ന് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഈ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിനകത്ത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എന്താണ്? ആ പോസിറ്റീവ് ചാർജ് മിസ്സിംഗ് ആണ്. അവൻ എവിടെ പോയി ഇരിക്കുന്നുണ്ട്? ആ പോസിറ്റീവ് ചാർജ് ഇതാ ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ മറ്റുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിളുടെ ഇടക്ക് പോയിരിക്കുകയാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും പറയാറുണ്ട്. കാരണം എന്താണ്? ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഇത് അയോണിക് കോമ്പൗണ്ടുകളിൽ തന്നെ ഈ അയോൺസിൻ്റെ സൈസ് ഡിഫറൻസ് വലിയ സൈസ് ഡിഫറൻസ് ഉള്ള, അതായത് ആനോണും കാറ്റോണും തമ്മിൽ സൈസിൽ വലിയ വ്യത്യാസമുള്ള അയോണിക് കോമ്പൗണ്ടുകളിലാണ് ഇത് സാധാരണ കാണുന്നത്. അതിന് ഉദാഹരണം പറയാൻ കഴിയുന്നത് സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ് പോലുള്ള കോമ്പൗണ്ടുകളിൽ സോളിഡ്സിനകത്ത് ഇപ്പോൾ സിങ്ക് സൾഫൈഡിൻ്റെ കേസിലാവുമ്പോൾ Zn2+,
പ്ലസ്. AgClന്റെ കേസിലാകുമ്പോൾ Ag+ അയോൺസുകളൊക്കെ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഒക്കെ ചെറുതാണ് അതിൻ്റെ പിന്നെ ആനയോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കാറ്റയോൺസ് ചെറുതായ കേസിലാണ് ഇത് പൊതുവെ എന്ത് ഡിഫക്റ്റ് നടക്കുന്നത്? ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് നടക്കുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. കാരണം എന്താണ്? ഒരു പ്ലേസിൽ നിന്ന് അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പോയി ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് വളരെ ഈസിയാണ്. ഇത് എന്താണ്? സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റിലെ അയോണിക് കോമ്പൗണ്ട്സിനകത്തുള്ള ഫസ്റ്റ് കാറ്റഗറിയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് അല്ലേ? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അയോണിക് കോമ്പൗണ്ട്സുകളിലെ വേക്കൻസി ഡിഫക്റ്റ് ആണ്. അവിടെ വേക്കൻറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറയുന്ന ഉദാഹരണത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ നമ്മൾ അയോൺസിനെ കുട്ടികൾ അറേഞ്ച് ചെയ്യുന്നു. അത് ആൺകുട്ടികളും പെൺകുട്ടികളും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ആൺകുട്ടി മിസ്സാണ്, അതുപോലെ തന്നെ എന്താണ് ഒരു പെൺകുട്ടിയും മിസ്സാണ്. അയോൺസിൻ്റെ കേസിൽ ഈ ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ കേസിലും ഇങ്ങനെയാണ്. ഒരു പോസിറ്റീവ് ചാർജ് മിസ്സാകുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് മിസ്സാവും. ഈ സ്ട്രക്ചറിലേക്ക് നോക്കിക്കോളൂ. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നിട്ട് ഒരു പോസിറ്റീവ് ചാർജ് മിസ്സായി. അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബാലൻസ് ചെയ്യാൻ ഒരു പോസിറ്റീവ് ചാർജ് പോയാൽ ഉടനെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് ചാർജ് കൂടി പോയാലേ ചാർജ് ന്യൂട്രൽ ആകുള്ളൂ അല്ലേ, 0 ആകുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് പോയതിന് തത്തുല്യമായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് മിസ്സായി. ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് മിസ്സായി, അത് ബാലൻസ് ചെയ്യാൻ ഒരു പോസിറ്റീവ് ചാർജ് മിസ്സായി. ഇങ്ങനെ മിസ്സിംഗ് ആണ് നടക്കുന്നത് അല്ലേ? സാധനം ക്രിസ്റ്റലിന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഡെൻസിറ്റി കുറയുന്നുണ്ട്. ഫ്രങ്കൽ ഡിഫക്റ്റിലോ? ഫ്രങ്കൽ ഡിഫക്റ്റ് കുറയില്ല. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, അത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്പേസിലേക്ക് മാറിയിരിക്കുന്ന ചെയ്യുന്നുള്ളൂ. പുറത്തേക്ക് പോകുന്നുണ്ടോ? പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഷോർട്ട് കീ ഡിഫക്റ്റിൽ അയോൺസ് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോവുകയാണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ അയോൺസ് ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത് അയോൺസിൻ്റെ സൈസ് ഡിഫറൻസ് കുറവാണെങ്കിൽ അത് പൊതുവെ ഷോർട്ട് കീ ഡിഫക്റ്റും, അയോൺസിൻ്റെ സൈസ് ഡിഫറൻസ് കൂടുതലാണ് എങ്കിൽ അത് ഫ്രങ്കൽ ഡിഫക്റ്റുമാണ് കാണിക്കുന്നത്. ഈ അയോണിക് സോളിഡ്സിനകത്തുള്ള ഈ ഡിഫക്റ്റുകൾ ശരിക്കും അതിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1 സെൻറ്റിമീറ്റർ ക്യൂബ് സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ, 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യൂബ് സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10⁻⁶ ഷോക്കി പേഴ്സ് കാണാനായിട്ട് കഴിയും, ഡിഫക്റ്റുകൾ കാണാനായിട്ട് കഴിയും. അതായത് 1 മില്യൺ ഡിഫക്റ്റ്, ഒരു ഇത്രയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ, ഒരു ഇത്രയുള്ള സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 മില്യൺ ഡിഫക്റ്റ് ഉണ്ട് എന്ന് അർത്ഥം. അപ്പോൾ അത്രയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആണ് ഈ അയോണിക് കോമ്പൗണ്ട്സിനകത്തുള്ള ഡിഫക്റ്റുകൾ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതുണ്ട്. ഈ ഷോക്കി ഡിഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോക്കി ഡിഫക്റ്റ് കാണിക്കുന്നത് അയോൺസിൻ്റെ സൈസ് ഡിഫറൻസ് ഏകദേശം ഒരേപോലെയാണ് എങ്കിലാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റും, അയോൺസിൻ്റെ സൈസ് വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഫ്രങ്കൽ ഡിഫക്റ്റുമാണ്. ഷോക്കി ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളുകളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡ് ശ്രദ്ധിക്കണം. സിൽവർ ബ്രോമൈഡ് ഞാൻ ഇവിടെയും ഉദാഹരണം പറഞ്ഞു. അതായത് ഷോർട്ട് കീ ഡിഫക്റ്റിനും ഉദാഹരണമാണ്, ഫ്രങ്കൽ ഡിഫക്റ്റിനും ഉദാഹരണമാണ്. അതായത് സിൽവർ ബ്രോമൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തിനൊക്കെ സാധ്യതയുണ്ട്? ഷോർട്ട് കീ ഡിഫക്റ്റിനും സാധ്യതയുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റിനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഇതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്റ്റൽ ഡിഫക്റ്റുകളെ, സോളിഡ് ഡിഫക്റ്റുകളെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ് എന്നും രണ്ടാമത്തെ ലൈൻ ഡിഫക്റ്റ് എന്നും. ആ പോയിന്റ് ഡിഫക്റ്റിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ് എന്ന്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന്, നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ് എന്നുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞത് അയോണിക് കോമ്പൗണ്ട്, നോൺ അയോണിക് കോമ്പൗണ്ട്. നോൺ അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ബ്രോഡായിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ്? ഈ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റിനെ വേക്കൻസി ഡിഫക്റ്റ് എന്നും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നും. അത് പൊതുവെ കാണിക്കുന്നത് നോൺ അയോണിക് കോമ്പൗണ്ടുകളിലാണ്. അയോണിക് കോമ്പൗണ്ടുകൾ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നുമാണ്. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നുമാണ്. ഈ ഡിഫക്റ്റുകളൊക്കെ വേക്കൻസി, ഇൻഡസ്ട്രീഷ്യൽ, ഫ്രങ്കൽ, ഷോർട്ട് കീ, ഈ ഡിഫക്റ്റുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ സ്റ്റോക്യോമെട്രിയെ, അതിൻ്റെ ആനയോൺ കാറ്റയോൺ റേഷ്യോയെ എന്ത് ചെയ്യുന്നില്ല? അത് ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഏത് സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ് എന്ന്, സ്റ്റോക്യോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തതാണ് എന്തെന്ന്? ഇംപ്യൂരിറ്റി അല്ലേ? പോയിന്റ് ഡിഫക്റ്റിൽ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും ഇംപ്യൂരിറ്റി എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയൂല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അനാവശ്യ വസ്തു എന്നൊക്കെ പറയൂലേ. ആ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ
ക്രിസ്റ്റലിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. ഞാനിവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ക്രിസ്റ്റൽ എടുത്തു. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തു. സ്ട്രോൺഷ്യം ക്ലോറൈഡിൻ്റെ ഫോർമുല SrCl2 ആണ്. സ്ട്രോൺഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല NaCl ആണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 സോഡിയം ആറ്റംസ് അതിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുമ്പോൾ 2 സോഡിയം ആറ്റം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എത്ര പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോയി? 2 പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് പോയി അല്ലേ? അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരു സ്ട്രോൺഷ്യം അയോൺ വന്നിരിക്കും. സ്ട്രോൺഷ്യം അയത്തിൻ്റെ ചാർജ് 2 പോസിറ്റീവ് ചാർജാണ്. ഒരു സ്ട്രോൺഷ്യം അയോൺ ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുകയും ഒരു സ്ഥലം വേക്കൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ആ സ്ഥലം എന്തായിട്ടിരിക്കും? അത് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു എന്താണ്? ഒരു ഡിഫക്റ്റാണ്, ഒരു പോരായ്മയാണ്. ഇങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സോഡിയം ക്ലോറൈഡും സ്ട്രോൺഷ്യം ക്ലോറൈഡും തമ്മിൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. കാഡ്മിയം ക്ലോറൈഡും സിൽവർ ക്ലോറൈഡും തമ്മിൽ ഇതുപോലെ തന്നെയാണ്. പിന്നെ അയോൺസിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ കാഡ്മിയം CD2+ ആണ് അല്ലേ? അതുപോലെ തന്നെ സിൽവർ Ag+ ആണ്. അപ്പോൾ Ag+ 2 പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് CD2+ വന്നിരിക്കുന്നു. അപ്പോൾ പുറത്തു നിന്നൊരു കോമ്പൗണ്ടിലെ അയോണാണ് വന്ന് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇംപ്യൂരിറ്റി ആണത്. അത് പുറത്തുനിന്നുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുക. പോയിന്റ് ഡിഫക്റ്റിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്തെന്ന്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പോൾ ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ നമ്മൾ പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പോയിന്റ് ഡിഫക്റ്റിനെ സ്റ്റോക്കിയോമെട്രിക്, ഇംപ്യൂരിറ്റി നോൺ സ്റ്റോക്കിയോമെട്രിക്. സ്റ്റോക്കിയോമെട്രിയെ വേക്കൻസി ഇൻഡസ്ട്രീസിൽ നിന്ന് നോൺ അയോണിക് കോമ്പൗണ്ടുകളിലും അയോണിക് കോമ്പൗണ്ടുകളിൽ ഫ്രങ്കൽ ഷോർട്ട് കീ എന്നും ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് പറഞ്ഞു. ഇനിയുള്ളതാണ് എന്തെന്ന്? നോൺ സ്റ്റോക്കിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് അല്ലേ? നോൺ സ്റ്റോക്കിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ്. ആ പേര് തന്നെയുണ്ട്. നോൺ സ്റ്റോക്കിയോമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്കിയോമെട്രിയെ, അതിൻ്റെ റേഷ്യോയെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിന് നമുക്ക് 2 ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. മെയിനായിട്ട് മെറ്റൽ എക്സസ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി എന്നും. ഒന്ന് മെറ്റൽ എക്സസ് എന്നും ഒന്ന് മെറ്റൽ ഡെഫിഷ്യൻസി എന്നും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെ നമുക്ക് 2 ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഞാൻ പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി എന്നുള്ളതാണ്. മെറ്റൽ എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ കൂടുതലാണ്. അയോണിക് കോമ്പൗണ്ടുകളിൽ മെറ്റൽ കൂടുക എന്ന് പറഞ്ഞാൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് ആണല്ലോ മെറ്റൽസ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുന്നു. എങ്ങനെ? ആനയോണിക് വേക്കൻസി. ആനയോണിക് എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജിന്റെ വേക്കൻസി ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ചാർജ് അവിടെ ഇല്ല, അവിടെ ഒരു വേക്കൻസിയാണുള്ളത്, ഗ്യാപ്പാണുള്ളത്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് കൂടുന്നു. അതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി എന്ന് പറയുന്നത്. ഇത് പൊതുവെ കാണിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് പോലുള്ള കോമ്പൗണ്ടുകളാണ്. നമുക്കിവിടെ ഒരു ഉദാഹരണം നോക്കാം. ഞാനിവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്തു. സോഡിയം ക്ലോറൈഡിനകത്ത് Na+ അയോണും അതുപോലെ തന്നെ Cl- അയോണും അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇതിനകത്ത് എത്ര Na+ അയോൺ ഉണ്ട്? അല്ലെങ്കിൽ കാറ്റയോൺസ് എത്ര ഉണ്ട്? 15 എണ്ണം ഉണ്ട് അല്ലേ? 15 ആണ് ടോട്ടൽ നമ്പർ ഓഫ് കാറ്റയോൺസ് Na+. ആനയോൺസിൻ്റെ എണ്ണം 15 ആണ് അല്ലേ? അതും 15 ആണ്. ആനയോൺസ് Cl- 15 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? 1:1 ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം പറഞ്ഞു സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ആനയോൺ കാറ്റയോൺ ആണ് അല്ലേ? ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും റേഷ്യോ ആണ് സ്റ്റോക്കിയോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ, ഈ ക്രിസ്റ്റലിൽ ഇപ്പോൾ നാച്ചുറൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റിൽ ഇതിൻ്റെ സ്റ്റോക്കിയോമെട്രി എത്രയാണ്? 1:1 ആണ്. ക്ലിയർ ആണല്ലോ? ഞാൻ ഈ ക്രിസ്റ്റലിനെ, ഈ സോളിഡിനെ ഞാൻ ഒന്ന് ഹീറ്റ് ചെയ്യുകയാണ്. എന്തിൻ്റെ പ്രസൻസിൽ? സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ. സോഡിയം ആറ്റമാണ്, അത് വേപ്പർ സ്റ്റേറ്റിൽ എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ഹീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം അതിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Na+ ആയിട്ട് മാറും. ആ ഇലക്ട്രോൺ അവിടെ നിന്ന് എന്ത് ചെയ്യും? റിലീസാവും. Na എന്ന് പറഞ്ഞ ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ആ Na എന്തായിട്ട് മാറും? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ഒരു നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് കൂടി? പോസിറ്റീവ് ചാർജ് കൂടിയല്ലോ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ Na+ ആയി നിൽക്കും. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ പുറത്ത് ഉണ്ടാവുകയും ചെയ്യും. അത് Na-യിൽ നിന്ന് പോയ ഇലക്ട്രോണാണ്. പിന്നീട് ഈ Na+ എന്ത് ചെയ്യും? Na+ ഈ സോളിഡിൽ നിന്ന് ഒരു Cl- വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? സോഡിയം ക്ലോറൈഡ് മോളിക്യൂളായിട്ട് മാറും. എന്നിട്ട് അതിൻ്റെ സർഫസിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ആ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ പറ്റി പിടിച്ചിരിക്കും സോഡിയം ക്ലോറൈഡ് മോളിക്യൂളായി. അങ്ങനെ സോഡിയം അയോൺ, ആ ക്ലോറൈഡ് അയോണെ അതിനകത്തുനിന്ന് എടുത്തപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു ഗ്യാപ്പ് വന്നു, ഒരു ഹോള് വന്നു അല്ലേ? അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലേക്ക് നേരത്തെ റിലീസ് ചെയ്ത ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ആ ഗ്യാപ്പിലേക്ക് പോയിരിക്കും.
അല്ലേ? ഇനി ഈ ക്രിസ്റ്റലിനെ നോക്കിയേ. ഈ ക്രിസ്റ്റലിനകത്ത് ഇപ്പോൾ എത്ര ആനയോൺസ് ഉണ്ട്? ആനയോൺസ് Cl- എത്ര ഉണ്ട്? Cl-14 ഉള്ളൂ, ഒന്ന് മിസ്സായി അല്ലേ? കാറ്റയോൺസോ? കാറ്റയോൺസ് 15 തന്നെ ഉണ്ട്. അപ്പോൾ ആനയോൺ കാറ്റയോൺ റേഷ്യോയോ അത് 1:1 ആണോ? അല്ല. അപ്പോൾ ഇപ്പോൾ ഈ ക്രിസ്റ്റൽ എന്താണ്? നോൺ സ്റ്റോക്യോമെട്രിക് ആണ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഡിഫക്റ്റ് എന്തുകൊണ്ടാണ് നോൺ സ്റ്റോക്യോമെട്രിയുടെ കീഴിൽ വന്നത് എന്ന് മനസ്സിലായില്ലേ? ഡിഫക്റ്റ് കഴിയുമ്പോൾ, ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റോക്യോമെട്രി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ റേഷ്യോ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഡിഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ആനയോൺ എന്ന് പറഞ്ഞാൽ Cl- അതിവിടെ ഇല്ല, അതിൻ്റെ വേക്കൻസി വന്നു അല്ലേ? ഒരെണ്ണം പുറത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു, അതുകൊണ്ട് മെറ്റൽ എക്സസ് ആയി. മെറ്റൽ എക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് എക്സസ് ആയി. കാരണം എന്താണ്? നിങ്ങൾ ആ പോസിറ്റീവ് ചാർജ് എണ്ണി നോക്കോളൂ. Na+ കൂടുതലാണ്, 15 ആണ്. പക്ഷെ Cl- എന്താണ്? 14 ഉള്ളൂ. ഇവിടെ ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര്, നമ്മൾ ഈ ഹോളിനെ വിളിക്കുന്ന പേര് എഫ് സെൻറ്റർ എന്നുള്ളതാണ്. ഫാബെ സെൻറ്റർ എന്നുള്ള വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് എഫ് സെൻറ്റർ, അല്ലെങ്കിൽ അതിനെ കളർ സെൻറ്റർ എന്നും വിളിക്കാറുണ്ട്. ശരിക്കും ആ കളർ സെൻറ്ററിലുള്ള ഇലക്ട്രോൺ ആണ് ഈ കോമ്പൗണ്ടുകൾക്ക്, ഈ ക്രിസ്റ്റലുകൾക്ക് കളറുകൾ കൊടുക്കുന്നത്. ക്രിസ്റ്റൽ ഇപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിന് യെല്ലോ കളർ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ കിട്ടാനുള്ള കാരണം ഈ എഫ് സെൻറ്ററിലുള്ള ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. അത് എനർജി കിട്ടുമ്പോൾ നിങ്ങൾ പിന്നെ കളർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആ കളർ ഉണ്ടാകാൻ, ഒരു ക്രിസ്റ്റലിന് കളർ ഉണ്ടാകാൻ ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൂലമാണ്, എനർജിയുടെ അബ്സോർപ്ഷൻ മൂലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ എഫ് സെൻറ്ററുകളിലുള്ള ഇലക്ട്രോണുകളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? കളർ കൊടുക്കുന്നത്. സോഡിയം ക്ലോറൈഡിന് ഒരു യെല്ലോ കളർ കിട്ടുന്നു, ലിഥിയം ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളർ കിട്ടും, പൊട്ടാസ്യം ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ വയലറ്റ് കളർ കിട്ടും. അതൊക്കെ ഈ എഫ് സെൻറ്ററിലേക്ക് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ മെറ്റൽ എക്സസ് ആയത്, അല്ലെങ്കിൽ കാറ്റയോൺ എക്സസ് ആയത് എന്തുകൊണ്ടാണ്? ആനയോണിൻ്റെ വേക്കൻസി കൊണ്ടിട്ടാണ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. എന്താണ്? മെറ്റൽ എക്സസിൻ്റെ ഒന്നാമത്തെ കാറ്റഗറി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. മെറ്റൽ എക്സസ് ഡിഫക്റ്റിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് ഇൻ ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്നുള്ളതാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എക്സ്ട്രാ പുറത്തുനിന്ന് വന്ന് എന്ത് ചെയ്യും? ഇതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ മെറ്റൽ എന്താവും? മെറ്റൽ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് എന്താവും? എക്സസ് ആവും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. സിങ്ക് ഓക്സൈഡിൻ്റെ ഉദാഹരണം എടുക്കാം. സിങ്ക് ഓക്സൈഡിൻ്റെ സ്ട്രക്ചറിൽ 2 തരത്തിലുള്ള അയോൺസ് ആണുള്ളത്. Zn2+ ഉണ്ട്, O2- ഉണ്ട് അല്ലേ? ആനയോൺസ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. O2- എത്ര ഉണ്ടത്? 50 നമ്പേഴ്സ് ഉണ്ട് പിക്ചറിൽ കാണുന്ന പോലെ. കാറ്റയോൺസ് Zn2+ എടുത്തു കഴിഞ്ഞാൽ അതും എത്രയുണ്ട്? 15 ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ റേഷ്യോ, അതിൻ്റെ സ്റ്റോക്യോമെട്രി എത്രയാണ്? 1:1 ആണ് അല്ലേ? സ്റ്റോക്യോമെട്രിക് കോമ്പൗണ്ട് ആണ്, 1:1 ആണ്. അതിൻ്റെ സ്റ്റോക്യോമെട്രി 1:1 ആണ്. ഞാൻ ഈ ക്രിസ്റ്റലിനെ ഒന്ന് ഹീറ്റ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് ചെയ്തു എന്ന് വെക്കുക. ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് അത് ഡീകമ്പോസ് ചെയ്യും. എന്ത്? Zn2+ഉം അതുപോലെ തന്നെ ½ O2ഉം അതുപോലെ തന്നെ 2 ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റ് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? Zn2+ അയോൺ ഉണ്ടാകുന്നു, ½ ഓക്സിജൻ മോളിക്കൂൾ ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ 2 ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാകുന്നുണ്ട്. അതായത് Zൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺ ആണ്, അതുകൊണ്ടാണ് Zന് 2 പോസിറ്റീവ് ചാർജ് കിട്ടിയത്. ഇനി സംഭവിക്കുന്നത് ഈ Zn2+ ഈ ക്രിസ്റ്റലിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്നിരിക്കും. ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ വന്നിരിക്കുമ്പോൾ ചാർജ് കൂടി അല്ലേ? പോസിറ്റീവ് ചാർജ് കൂടി. പക്ഷേ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, ആ പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ ആക്കാൻ നേരത്തെ റിലീസ് ചെയ്ത 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? 2 ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്ന് ഒക്കുപൈ ചെയ്യും. ഇതുപോലെ ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ആനയോണും കാറ്റയോണും ഒന്ന് വേണ്ടി നോക്കിയേ. ആനയോൺസ് O- ചാർജ്, O2- എത്ര ഉണ്ട്? അത് 15 ഉണ്ട് അല്ലേ? കാറ്റയോൺസ് Zn2+ ആണെങ്കിലോ അത് 16 ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും അല്ലേ? 16 ഇല്ലേ? 16 ഉണ്ട്. അപ്പോൾ ഇവിടെ മെറ്റൽ എക്സസ് ആയി, സ്റ്റോക്യോമെട്രി ഡിസ്റ്റർബ്ഡ് ആയി അല്ലേ? അതുകൊണ്ട് ഇതും ഏത് കാറ്റഗറിയിലാണ്? നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ് തന്നെയാണ്, മെറ്റൽ എക്സസ് ആണ്. പക്ഷെ ആ മെറ്റൽ എക്സസ് എങ്ങനെയായത്? അത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്നുള്ളതാണ്. ആ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എക്സ്ട്രാ കാറ്റയോൺ വന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്?
എന്ത് സംഭവിച്ചത്? അവിടെ മെറ്റൽ എക്സസ് ആയത്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതും നമ്മൾ മെറ്റൽ എക്സസിനകത്ത് വരുന്നതാണ് മെറ്റൽ എക്സസ്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആനയോണിക് വേക്കൻസി ആകാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് ഇൻ ദി ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെയാണ് മെറ്റൽ ഡിഫക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി, അതായത് നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റിൽ മെറ്റൽ എക്സസ് ആണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസിയാണ്. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറവാണ്, എണ്ണം കുറവാണെന്ന് പറയുമല്ലോ. വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ഡിസീസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ പോരായ്മ, കുറവാണ്. മെറ്റൽ എക്സസ് സാധാരണ കാണിക്കുന്നത് ആൽക്കലി മെറ്റൽസുമായിട്ട്, ആൽക്കലി മെറ്റൽസിൻ്റെ കോമ്പൗണ്ടുകളുമായിട്ട്, അയോണിക് കോമ്പൗണ്ടുകളുമായി ബന്ധപ്പെട്ട പൊട്ടാസ്യം, സോഡിയം ഒക്കെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. പക്ഷേ മെറ്റൽ ഡെഫിഷ്യൻസി ആണ് എങ്കിൽ അത് പൊതുവെ കാണിക്കുന്നത് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാലൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേരിയബിൾ വാലൻസി ഉള്ള എലമെൻസുകളായിരിക്കും അത് കാണിക്കുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് ഈ ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഫെറസ് ഓക്സൈഡ്, ഫെറസ് സൾഫൈഡ്, നിക്കൽ ഓക്സൈഡ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ ഞാനിവിടെ ഫെറസ് ഓക്സൈഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഫെറസ് ഓക്സൈഡിൻ്റെ സ്ട്രക്ചറാണിത്. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഫെറസ് ഓക്സൈഡിനകത്ത് അനയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O2 മൈനസും കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe2+1 അല്ലേ. അത് എത്ര എണ്ണം ഇതുകൊണ്ട് 15. സ്റ്റോക്യോമെട്രി എത്രയാണ്? 1:1 ആണ്. അത് ക്ലിയർ ആണല്ലോ. ഇതിൽ അയണിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് വേരിയബിൾ വാലൻസി കാണിക്കാറുണ്ട്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അയൺ രണ്ട് വാലൻസിയാണ് പൊതുവെ കാണിക്കുന്നത്, Fe2+ സ്റ്റേറ്റിലും Fe3+ സ്റ്റേറ്റിലും. Fe2+ എന്ന് വെച്ചാൽ അയൺ ചില സമയത്ത് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് Fe2+ ആകും, ചില സമയത്ത് 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് Fe3+ ആകും. Fe2+ ആണെങ്കിൽ അതിനെ നമ്മൾ ഫെറസ് എന്നും, Fe3+ ആണെങ്കിൽ അതിനെ നമ്മൾ ഫെറിക് എന്നും പറയും. അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്റ്റോക്യോമെട്രി 1:1 ആണ്. അതായത് അയൺ എത്രയുണ്ടോ, Fe2+ എത്രയുണ്ടോ അത്രയും തന്നെ എന്തുണ്ട്, ആനയോൺസ് ഉണ്ട്, O2 മൈനസും ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ 3 Fe2+ അയോൺ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. 3 Fe2+ അയോൺ പോകുമ്പോൾ പുറത്തേക്ക് എത്ര പോസിറ്റീവ് ചാർജ് പോയി? 6 പോസിറ്റീവ് ചാർജ് പോയി അല്ലേ. ഈ 6 പോസിറ്റീവ് ചാർജ് പോയപ്പോൾ, ഈ 6 പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോൾ 6 പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനായിട്ട് 2 Fe3+ അയോണുകൾ ആ 2 സ്പേസിൽ വന്നു നിന്നു. 2 സ്ഥലത്ത് 2 Fe3+ വന്നു. 2 Fe3+ എത്രയുണ്ട്? 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ചാർജ് അവിടെ എന്തായി? ന്യൂട്രലായി. പക്ഷേ അവിടെ ഒരു ഗ്യാപ്പിൽ ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു മെറ്റൽ ഡെഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോരായ്മയുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മെറ്റൽ ഈ സ്ട്രക്ചറിൽ ഇപ്പോൾ എന്താണ്? കുറവാണ്. നേരത്തെ പറഞ്ഞ 2 കേസിലും മെറ്റൽ എക്സസ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? മെറ്റൽ അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺ എന്താണ്? ഇത് ട്രാൻസിഷൻ മെറ്റൽ ആണ് ഈ ഡിഫക്റ്റ് സാധാരണ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അയൺ എന്താണ്? അയൺ കുറവാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇത് നോൺ സ്റ്റോക്യോമെട്രി ആകാൻ കാരണം എന്താണ്? ഇവിടെ ഇനി ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും എണ്ണം നോക്കിക്കോളൂ. ആനയോൺ 15 ഉണ്ട്, പക്ഷേ കാറ്റയോൺ എത്രയേ ഉള്ളൂ? 14 ഉള്ളൂ. കാറ്റയോൺ 14 ഉള്ളൂ. അതുകൊണ്ട് ഇതെന്തായി? ഇപ്പോൾ നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏത് കാറ്റഗറിയിലാണ്? മെറ്റൽ എക്സസ് ആണ് എങ്കിലും, മെറ്റൽ ഡെഫിഷ്യൻസി ആണ് എങ്കിലും അത് ഏത് കാറ്റഗറിയിലാണ്? അത് നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് മെറ്റൽ ഡിഫക്റ്റുകളെ കുറിച്ച് നമുക്ക് ബ്രീഫായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. മെറ്റൽ ഡിഫക്റ്റുകളെ, ക്രിസ്റ്റലൈൻ ഡിഫക്ട്സിനെ, സോളിഡ് ഡിഫക്ട്സിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് തിരിക്കാനായിട്ട് കഴിയും. ലൈൻ ഡിഫക്റ്റ് എന്നും പോയിന്റ് ഡിഫക്റ്റ് എന്നും. ഇതിൽ ലൈൻ ഡിഫക്റ്റ് നമ്മൾ പറയാറില്ല, പഠിക്കുന്നില്ല. നമ്മൾ പഠിച്ചത് എന്താണ്? പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അതിനെ നമ്മൾ 3 ആയിട്ട് വീണ്ടും തിരിക്കാനായിട്ട് കഴിയും. 1 സ്റ്റോക്യോമെട്രിക്, 2 ഇംപ്യൂരിറ്റി, 3 നോൺ സ്റ്റോക്യോമെട്രിക് എന്നുള്ളത്. സ്റ്റോക്യോമെട്രിക്കിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് തിരിച്ചു. എന്താണ്? വേക്കൻസി ഡിഫക്റ്റ് എന്നും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നും. ഇത് എവിടെയാണ് പൊതുവെ കാണുന്നത്? അത് കാണുന്നത് നോൺ അയോണിക് കോമ്പൗണ്ടുകളിലാണ്. അയോണിക് കോമ്പൗണ്ടുകളിലാണെങ്കിൽ ആ ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും ഷോക്കി ഡിഫക്റ്റ് എന്നുമാണ് വിളിക്കുന്നത്. രണ്ടാമത്തത് ഇമ്പ്യൂരിറ്റി നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് നോൺ സ്റ്റോക്യോമെട്രിക്
പോയിന്റ് ഡിഫക്റ്റ് ആണ്. നോൺ സ്റ്റോക്കിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ കഴിയും, മെറ്റൽ എക്സസ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി എന്നും. മെറ്റൽ എക്സസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. എന്താണ്? മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി എന്നും മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ദി ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്, ഇൻഡസ്ട്രീഷ്യൽ ഹോൾസ് എന്നുള്ളതും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഇങ്ങനെ ആണ് നമ്മൾ പോയിന്റ് ഡിഫക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. നമ്മളിതിൻ്റെ ഇനി ബാക്കിയുള്ളത് ഈ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് 2 പ്രോപ്പർട്ടികൾ പഠിക്കാനുണ്ട്. ആ പ്രോപ്പർട്ടികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് പഠിക്കുക, വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. മറ്റേ നമ്മൾ നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാനുള്ളത്, പഠിക്കുന്നത് അപ്പോൾ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത് സ്മൂത്തായിട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ എടുക്കുന്ന ടോപ്പിക്കിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ എക്സർസൈസിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളോട് നോക്കി അപ്പോൾ സോൾവ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ സംശയം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതിൻ്റെങ്കിലും ഉത്തരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ, ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ചാപ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസറുകൾ അവിടെ തന്നെ തരാനായിട്ട് കഴിയും. അപ്പോൾ പഠിച്ചു പോയാലാണ് കെമിസ്ട്രി രസകരമായി പഠിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പഠിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.